എന്തു പറ്റി? എനിക്കറിയായിരുന്നു വീപ്പിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാ കഴിവതും ഇതൊന്നും അറിയിക്കാതെ ഞാൻ ഒഴിഞ്ഞു കിടന്നത്. ഉറങ്ങാൻ പറ്റാത്തത് ഇന്ന് മാത്രമല്ലല്ലോ ഗീത. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇനി അങ്ങോട്ട് അതിന് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ശരിയാ, മാളു ഈ കാര്യം പറഞ്ഞത് മുതൽ എന്റെ മനസ്സാകെ പിടിവിട്ട് നിൽക്കുക. ചിലപ്പോ ഇതൊക്കെ അവളുടെ വെറും തോന്നലാവുമല്ലേ? നമ്മൾ അവൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുത്തല്ലേ വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ. എന്താ ഒന്നും പറയാത്തത്? എനിക്കറിയില്ല ഗീത. എനിക്ക് അവളുമായിട്ട് സംസാരിക്കണം. എന്നാലേ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ പറ്റൂ. ഇപ്പൊ വേണ്ട, ഇപ്പൊ അതിന് ഒരുങ്ങണ്ട. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. വീപ്പി ഇതൊന്നും തൽക്കാലം അറിഞ്ഞതായി പോലും ഭാവിക്കണ്ട. പക്ഷെ ഇങ്ങനെ എത്ര നാൾ നമ്മൾ ഈ ചുമടും കൊണ്ട് നടക്കും? എന്നായാലും അവളോട് ഇതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ഒരു നിമിഷം മുൻപേ നമുക്ക് അവളെ അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അത് വേണ്ടത് തന്നെയാ. പക്ഷേ ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് അല്പം ക്ഷമയാണ് ആദ്യം വേണ്ടത്. അവളൊന്ന് നോർമൽ ആകട്ടെ ആദ്യം, എന്നിട്ട് മതിയല്ല. എനിക്കറിയാം ഈ മനസ്സിപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. വിഷമത്തെക്കാളേറെ പേടിയാണ് എനിക്ക്. മറ്റുള്ളവരാരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാ പിന്നെ വിജയപ്പണിക്കരും അയാളുടെ കുടുംബം ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും അറിയില്ല. മാളു ഇതൊന്നും അശ്വതിയുടെ മുരളിയോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. നോക്ക്, അപ്പുവിന് ഇതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ മാളുവിനോടൊപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണാനും സൈക്കോളജിസ്റ്റിനെ കാണാനൊന്നും തയ്യാറാവില്ലായിരുന്നല്ലോ. എന്താ ആലോചിക്കുന്നത്? എത്രയോ കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന ആളാണോ ഇങ്ങനെ നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത്? ഒന്നുമില്ല, അവള് നമ്മുടെ അപ്പുവല്ലേ. 2 ദിവസം കഴിഞ്ഞ് വീപ്പി അവളോട് സംസാരിക്കുമ്പോഴേക്കും അപ്പു ഓക്കെ ആയിക്കോളും. എനിക്ക് വിശ്വാസമുണ്ട്. വാ, ഇനി ഓരോന്നും ആലോചിച്ചിരുന്ന് മനസ്സ് വിഷമിപ്പിക്കണ്ട. വന്ന് കിടക്ക്. വാ വീപ്പി. എന്തൊക്കെ ഭ്രാന്താ മാളു നീ പറയുന്നത്? അപ്പു ആൺകുട്ടിയാണെന്നോ? അപ്പുവിന് ആണായി ജീവിക്കാൻ ഇഷ്ടമാണെന്നോ? എന്താ കുട്ടിക്ക് പറ്റിയത്? ഓ, കേട്ടിട്ട് തന്നെ എനിക്ക് എങ്ങനെയാ അവക്കിങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്? എന്താ ഇതൊക്കെ കേട്ടിട്ട് മുരളിയേട്ടനൊന്നും തോന്നുന്നില്ലേ? ഞാനിപ്പോ എന്തു പറയാൻ? അപ്പുന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി അമ്മ. അത് അവളുടെ കുഴപ്പമല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഇതൊന്നും ആരോട് ഷെയർ ചെയ്യാതെ അവൾ ഒറ്റയ്ക്ക് സഹിക്കായിരുന്നു. തീരെ പറ്റാതെ വന്നപ്പോഴാ അവൾ ഇതെന്നോട് പറയുന്നത്. അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബേസിക് കാരണം ഈ മനസ്സ് തന്നെയാ. എന്താ അബദ്ധം അപ്പു ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവക്കിത് ആദ്യം നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? മനസ്സിന്റെ കുഴപ്പമാണെങ്കിൽ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ മുരളിയേട്ടാ? അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. അപ്പു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം
ഞാൻ അവളെയും കൂട്ടി ഗൈനക്കിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ കാണാൻ പോയിരുന്നു. പക്ഷെ അവർക്കാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാ പറയുന്നത്. എന്നുവെച്ചാ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണോ? നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആർക്കും അപ്പുന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റില്ലമ്മേ. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നോണ്ടും പ്രയോജനമൊന്നും ഇല്ലെന്ന്. ഈശ്വരാ, പിന്നെന്താ ഒരു വഴി? വഴി ഒന്നേ ഉള്ളൂ അമ്മേ. അപ്പുനെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക.